ഗസയിൽ ഹമാസിനെതിരെ വൻ പ്രതിഷേധം. ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പലസ്തീൻകാർ. പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലഹിയ മേഖലയിൽ. വാർത്തയുടെ വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, യുദ്ധം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലസ്തീൻകാർ എത്തിയത്. വിവരങ്ങൾ നിലവിൽ ഏകദേശം നോക്കുകയാണെങ്കിൽ 2019 ആരംഭിച്ച ഒരു യുദ്ധ കാലയളവാണ്. ഇതിൽ പാലസ്തീൻകാർ ആദ്യമായി തന്നെ ഹമാസിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രയേൽ ഗാസയുടെ യുദ്ധം കനക്കുന്ന സമയത്താണ് ഈ ഹമാസിനെതിരെ ഈ ഒരു പാലസ്തീൻ്റെ ഒരു പ്രതിഷേധം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വടക്കൻ ഗാസ ബെയ്ത്ത് ലഹിയ മേഖലയിലാണ് നൂറുകണക്കിലേറെ പാലസ്തീനുകൾ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിരന്തരമായി ഇവർക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവർ നേരിടേണ്ടി വന്നിരിക്കുന്ന ഒരു മാനസിക പീഡനം എത്തിയിരിക്കുന്നത്. നിരന്തരമായി ഇവർക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവർ നേരിടേണ്ടി വന്നിരിക്കുന്ന ഒരു മാനസിക പീഡനത്തെ തുടർന്ന് തന്നെയാണ് ഈ പാലസ്തീനികൾ ഇപ്പോൾ ഹമാസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഹമാസ് ഔട്ട് അല്ലെങ്കിൽ ഹമാസ് പുറത്തു പോവുക എന്നൊരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് തന്നെയാണ് ഈ പാലസ്തീനികൾ ഇപ്പോൾ ഹമാസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. നിരന്തരമായി അവർ നേരിടുന്ന ചില വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് 2021 കാലയളവ് മുതൽ അവർ 25 വരെ അവർ നേരിട്ട ചില ബുദ്ധിമുട്ടുകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന രീതിയിൽ തന്നെയാണ് ഹമാസിനോട് ഈ പാലസ്തീനികൾ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. നിരന്തരമായ തങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ വംശീയർ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു സ്വസ്ഥത നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് തന്നെ നിരന്തരമായ 2021 മുതലുള്ള ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ യുദ്ധങ്ങൾ പ്രഖ്യാപിക്കുന്നതും തൻ്റെ കിടപ്പിടം പോലും നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് ഇവർ ഇപ്പോൾ പാലസ്തീനികൾ ഈ ഒരു ആദ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹമാസ് ഇറങ്ങിപ്പോവുക എന്നൊരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് 100-ലധികം പാലസ്തീനികളാണ് ബെയ്ത്ത് ലഹിയ എന്നൊരു പ്രദേശത്തേക്ക് തടിച്ചുകൂടുകയും ശക്തമായ രീതിയിൽ തന്നെ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2021 മുതൽ 25 വരെയുള്ള കാലയളവ് ശ്രദ്ധിക്കുകയാണെങ്കിൽ 50,000-ലധികം പാലസ്തീനികൾ അല്ലെങ്കിൽ 50,000-ലധികം പേരാണ് അവിടെ മരണമടിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മരണം എന്ന് വേണം പറയാൻ കഴിയുന്നത്. ഏകദേശം നോക്കുകയാണെങ്കിൽ 48,405 പാലസ്തീനികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1,706 ഇസ്രയേലികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1,666 മാധ്യമപ്രവർത്തകർ അടക്കം അവിടെ മരണപ്പെട്ടിട്ടുണ്ട് വേണം മനസ്സിലാക്കാൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഈ ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ഇരയായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. 20-ലധികം പാലസ്തീനികളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഈ ഒരു പ്രക്ഷോഭത്തെ തുടർന്ന് നിരവധി തവണ സംഘർഷമുണ്ടായി മരണമടഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെതിരെ ഇസ്രായേലിനെതിരെയും ഹമാസിനെതിരെയും ശക്തമായ ചില ഘടകകക്ഷികളുടെ അടക്കമുള്ളവരുടെ നേതൃത്വത്തിന് മുന്നിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം 2024 നവംബർ 27 പോലും ഈ ഒരു വെടിനിർത്തൽ മറ്റ് സഖ്യരാഷ്ട്രങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ ഒരു വെടിനിർത്തൽ അവിടെ കരാർ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ വെടിനിർത്തൽ ഇവിടെ നിർത്തണം എന്നൊരു രീതിയിൽ തന്നെ. പക്ഷെ ആദ്യം തന്നെ അത് ഇരുകക്ഷികളാത്ത ഒരു കൂട്ടം പേർ അതിനെ എതിർക്കുകയും ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ ചില വിഭജിക്കുണ്ടാകുകയും അങ്ങനെയാണ് വീണ്ടും ഈ ഗാസ ഇസ്രായേൽ യുദ്ധം ശക്തമാക്കുന്നത്. മറ്റ് ലോകരാജ്യങ്ങൾ അടക്കമുള്ളവർ ഈ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ തീർക്കണമെന്നൊരു ആവശ്യം നവംബർ 27 2024 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മാർച്ച് 18 ഈ ഒരു കരാർ അടിസ്ഥാനം പുറത്തു വരികയും അതോടൊപ്പം തന്നെ ഈ കരാർ നിർത്തണമെന്നൊരു രീതിയിലെല്ലാം മുന്നോട്ട് പോയത്. പക്ഷേ ഇരു കക്ഷികളും ഹമാസ് ആവട്ടെ ഇസ്രായേൽ ആകട്ടെ ഇതിന് യാതൊരു രീതിയിൽ തന്നെ ഒരു മുൻതൂക്കം നൽകിയോ അല്ലെങ്കിൽ ഹമാസും ഗാസയുടെയും ഒരു വിഷയം ശക്തമാവുന്നതിനെ തുടർന്ന് തന്നെയാണ് പാലസ്തീനികൾ ഇപ്പോൾ ഹമാസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വൃന്ദ.